ഹലോ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് പാർട്ടി ഇല്ല കേട്ടോ. ഞാൻ ഒരു പാർട്ടിയിലും അംഗത്വമുള്ള ഒരാളല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് ആകെ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. സംഭവം എന്താണെന്നല്ലേ, ഇതാണ് സംഭവം. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ജാതീയമായ വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ സമാജത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ തികച്ചും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല. ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പ്രവണതയാണ്. മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്. ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പുള്ളിക്കാരത്തി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാതീയമായിട്ടുള്ള രീതിയിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാഴ്ചപ്പാട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ നാട്ടിൽ ജാതി ഇല്ലാന്ന്? ഇവിടെ ജാതി ഉണ്ട്, തീർച്ചയായും ഇവിടെ ജാതി ഉണ്ട്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഞായറാഴ്ചകളിലൊരു സ്പെഷ്യൽ പേജ് കാണാം, വിവാഹ പരസ്യങ്ങളിൽ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ, അത് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില കോളങ്ങളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും SC ST ഒഴികെ എന്നുള്ളത്. രണ്ടാമത്തെ ഉദാഹരണം മാട്രിമോണിയൽ സൈറ്റ് തന്നെയാണ്. നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, SC മാട്രിമോണി, പിന്നെ ക്രിസ്ത്യൻ മാട്രിമോണി, ചാവറ മാട്രിമോണി, ഇങ്ങനെ പോകുന്ന മാട്രിമോണിയൽ സൈറ്റുകൾ. മറ്റൊന്ന് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെ പൂജാരികളാണ്, അല്ലെങ്കിൽ മേൽശാന്തികൾ. അതുപോലെ ചില ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു മാൻഡേറ്ററി കോളം നമുക്ക് വരാറുണ്ട്, ജാതി ഏതാന്ന് ചോദിച്ചിട്ട്. ആ ഒരു കോളം ഫില്ല് ചെയ്യാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പൊ ഈ നാട്ടിൽ ജാതി ഇല്ലേ? തമ്പുരാൻ എന്നും കപട ദേശവാദി എന്നും അതുപോലെ തന്നെ ഊര് ചുറ്റുന്നവനെന്നും ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാട്ടിനെ നമ്മൾ പാട്ടായിട്ട് കാണണം, സിനിമയെ സിനിമയായിട്ട് കാണുക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാവുന്നില്ല എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. പ്രധാനമന്ത്രി ഏത് പാർട്ടി ആയാലും, BJP ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും, ഒരു പ്രധാനമന്ത്രിയെയും വിമർശിക്കരുത് എന്ന് ഒരാളും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിലും മറ്റൊരു പോസിറ്റീവ് ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു കലാകാരൻ ഇപ്പൊ ഇന്ത്യ മുഴുവൻ പ്രശസ്തി ആർജിച്ചിരിക്കുകയാണ്. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചും ഉണ്ടെന്നുള്ള കാര്യം ഏത് പാർട്ടിക്കാരായാലും മറക്കാൻ പാടില്ല കേട്ടോ.